എടാ ട്രിപ്ലിക്കൻ കഴിഞ്ഞടാ. വണ്ണാരപ്പേട്ട, ചിന്താതിരിപ്പേട്ട, റിച്ചി സ്ട്രീറ്റ്, നമ്മുടെ ഏരിയ എല്ലാം തീർന്നടാ. അത് മാത്രമല്ല, വിഴിപ്പുറം കഴിഞ്ഞു പോയടാ. നീ KPN ബസിന്റെ റൂട്ട് പറയാണോ? തഞ്ചാവൂരും പോകൂടാ. എന്റെ അമ്മാവൻ അവിടെ ഉള്ളത്. ഒന്നും മിണ്ടായിരിക്കടാ. ഡാ, എന്തോ ഒരു സാധനം കക്കാനുണ്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അതെന്താണെന്ന് പറഞ്ഞ? എടാ, എന്നോട് അവർ പറഞ്ഞില്ലടാ. സ്പേസില് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണമില്ല. കാറ്റുണ്ടാവില്ല. ഒരു ചെറിയ ശബ്ദം പോലും പാസ്സാവില്ല, കേൾക്കില്ല. സ്പേസ് ഷിപ്പിന്റെ പുറത്ത് ഈ സൂട്ട് ധരിക്കാതെ ഇറങ്ങിയാൽ ശരീരം ചിന്നിച്ചിതറി മരിച്ചു പോകും. ഈ ഗ്ലൗസോ ഹെൽമറ്റോ അഴിച്ചാലോ അഥവാ ഇതിനകത്തൊരു ചെറിയ പോറൽ വീണാൽ പോലും സ്പോട്ടിൽ ഡെത്താ. ക്യാരി ഓൺ വിത്ത് ട്രെയിനിങ്. ചീഫ്, ഇതില് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള എഴുതിയിരിക്കുന്നത്. ഈ മിഷന് വേണ്ടിയുള്ള എല്ലാ ടെക്നോളജിയും ഫുള്ളി ഇന്ത്യൻ ആണ്. അപ്പൊ എല്ലാം ലോക്കലാണല്ലേ? അതെ, സ്പേസ് എന്ന് പറഞ്ഞാലേ ഹോളിവുഡാ. ഇതൊന്നും ശരിയാവില്ല. ഇതൊരു ഇന്ത്യൻ ആർമിയുടെ മിഷനാ. ഇനിയെങ്കിലും കുറച്ച് ദേശസ്നേഹം ഉണ്ടാക്കാൻ നോക്ക്. ദേശസ്നേഹോ? ഇവിടെ എത്ര പേര് ഇന്ത്യൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്? കൊറിയൻ. 10,000 രൂപയുടെ ഫോൺ വാങ്ങാൻ പോലും നാടിന് വിശ്വാസമില്ല. അത് ഞങ്ങൾ പിന്നെ ജീവൻ പണയം വെക്കണോ? എന്തെങ്കിലും സീരിയസ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക്, ഇല്ലെങ്കിൽ എല്ലാം നിർത്തിയിട്ട് പോയിക്കോ. ഒരൊറ്റ ഡൗട്ട് ഉണ്ട്. ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ, ഇവനാ ചോദിക്കാൻ പറഞ്ഞേ. എന്താ നിനക്ക് തോന്നില്ലേ? ഡയപ്പറിലോ? ഇനി പോകാനുള്ള സ്ഥലത്ത് ഇത് തീർച്ചയായും ആവശ്യം വരും. സീറോ ഗ്രാവിറ്റിയിലെ ബ്രീത്തിങ് സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഫാസ്റ്റ് ആയിട്ട് ശ്വാസം എടുത്താൽ ആ പേടിയിൽ കഴിച്ചതെല്ലാം പുറത്തു വരും. ഒരു ഫുൾ ഒറ്റക്കടിച്ചാൽ പോലും ഛർദ്ദിക്കാറില്ല, പിന്നാണ് ഇത്. വെറുതെ ഉള്ള വില കളയണ്ട. Now it's your turn. ഈ ഹൈറ്റിൽ പറക്കുന്ന എനിക്ക് പേടിയാടാ. ഈ ഫാന്റെ കാറ്റ് ഞാൻ പൊങ്ങോടാ. എന്നെ പിടിക്കടാ. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. ഓക്കേ, വേണ്ട. Don't panic. വേണ്ട. എടാ, വേണ്ട വേണ്ട വേണ്ട. നോ നോ. സോറി എന്റെ അളിയ, ലഞ്ച് കുറച്ച് അധികമായി പോയി. ആന്ന് സാരില്ലടാ, അടുത്ത പ്രാവശ്യം നമുക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കാം. ഓക്കെ ഓക്കെ അളിയ. നിങ്ങൾ മോഷ്ടിക്കാൻ പോകുന്ന മിസൈലിന്റെ എക്സാക്ട് ഡിസൈൻ മോഡൽ ഇതാണ്. ക്രൂ മെമ്പേഴ്സിലെ എല്ലാവരും മിസൈൽ എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ആ രാജ്യത്തിന്റെ ലൊക്കേഷൻ കോഡ് 89.8067 ഡിഗ്രീസ് നോർത്ത് ആൻഡ് 221.5285 ഡിഗ്രീസ് ഈസ്റ്റ്. നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് മിസൈൽ അയക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യണം. പിന്നെ ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് മിസൈൽ താനെ പോകും. സ്പേസിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നതിന് പകരം XYZ കോർഡിനേറ്റിലാണ് ഫീഡ് ചെയ്യേണ്ടത്. ഈ 3 ആക്സിസ് വെച്ച് നമുക്ക് സ്പേസിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും എത്ര ശ്രദ്ധയോടെ ഇരിക്കുന്നേ. അവനെ നോക്ക്. വാസു, വാസു, have a cup of coffee and concentrate like them.
സോറി സാർ, സ്വാതി രക്ഷപ്പെട്ടു. സാരമില്ല, നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേറൊരു മാർഗമുണ്ട്. സ്വാതി കയ്യിൽ തോക്കുമായിട്ട് വരുന്നില്ല. തോക്കുകൊണ്ടോ? അതെടാ, അയ്യോ ഞാനല്ല. ദാ, കാര്യം നിനക്ക് മനസ്സിലായില്ലേ? അതെ, അകത്തേക്ക് പോകാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനാണ് തോക്കെടുത്ത് വന്നത്. ആക്ടിങ് ആയിരുന്നു. എന്തിനായിരിക്കൂടാ? വാ, എന്തെങ്കിലും കഴിക്കാം. അവിടെ നിന്നാണ് അരുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത്രയും സെക്യൂരിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് ധൈര്യത്തോടെ ആര് വരാനാ? തീർച്ചയായിട്ടും അത് പുറത്തുള്ള ആളല്ല. നിന്നെ പോലൊരു ക്രിമിനലിനെ ഈ മിഷനിൽ ഉൾപ്പെടുത്തത് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്നാ എനിക്കിപ്പോ നിങ്ങളുടെ ടീമിനെ മാത്രമേ വിശ്വാസമുള്ളൂ. ഈ മിഷനെ ആര് തടയാൻ ശ്രമിച്ചാലും നമ്മൾ ഒന്നിച്ചു നിന്ന് എതിർക്കണം.